السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഗവേഷണ ലോകത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന സെമിനാറിൽ മഹാനുഭാവൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു ഗ്രന്ഥം, പണ്ഡിത ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമായ ഈലാഹ് അൽ-ഈലാഹു ഫിൽ മനാസിക് അൽ-ഈലാഹു ഫിൽ മനാസികിൽ ഫി മനാസിക്കിൽ ഹജ്ജ് വൽ ഉംറ എന്ന പേരിലൊക്കെ മഹാന്മാര് പരിചയപ്പെടുത്തുന്ന ഈ ഗ്രന്ഥം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മഹാനുഭാവൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന സാധാരണക്കാരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ ഒരു രചനയാണ് ഇത് എന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ ബോധ്യമാവും. അല്ലാഹു മഹാനുഭാവൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വലിയ അത്ഭുതകരമായ രചനാലോകം അദ്ദേഹം നമുക്ക് മുമ്പിൽ തുറന്നു തന്നിട്ടുണ്ട്. ആ വിശാലമായ ലോകത്തിലൂടെ സഞ്ചരിച്ച് മഹാനുഭാവൻ കടന്നുപോകുന്ന സ്വർഗീയ ലോകത്തെ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഈ തൗഫീഖ് ലഭിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ പല ഘട്ടങ്ങളിലായി മനസ്സിലാക്കിയതുപോലെ 7ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ കൂടെ റമദാൻ 27-ന് കിടന്നുറങ്ങുന്ന ഇമാം നബവി തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ വീട് മുഴുവൻ ഒരു പ്രകാശം നിറഞ്ഞതായി എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം അറിയാം. അങ്ങനെ പിതാവും കുടുംബങ്ങളൊക്കെ എണീറ്റ് നോക്കിയപ്പോൾ അങ്ങനെ ഒരു പ്രകാശം അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നും ഇത് ലൈലത്തുൽ ഖദറിൻ്റെ സൂചനയാണ് എന്ന് ആ കുടുംബം, പ്രിയപ്പെട്ട പിതാവ് തന്നെ പിന്നീട് തിരിച്ചറിഞ്ഞ സംഭവമൊക്കെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ലോകത്തോട് വിട പറയുമ്പോൾ ഖുതുബായിട്ട് മാത്രമേ മഹാനുഭാവൻ ലോകത്തോട് യാത്രയായിട്ടുള്ളൂ എന്നൊക്കെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്ന വചനങ്ങളൊക്കെ നമുക്കറിയാം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ 10ാമത്തെ വയസ്സിൽ തന്നെ ഒരു അഭൂതപൂർവമായ തൗഫീഖിൻ്റെ ഉടമയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈലാഹ് എന്ന ഈ ഒരു രചനയുടെ പ്രസക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. 10ാമത്തെ വയസ്സിൽ ഡമസ്കസിലെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഓടി നടക്കുന്ന ഒരു ഘട്ടത്തിൽ മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിൽ മുഴുകിയിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഏതാവട്ടെ, ജീവിതകാലത്തും മരണകാലത്തും ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇമാം നബവി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ പഠനവിധേയമായി എന്നത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വലിയൊരു തൗഫീഖാണ്. ആ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈലാഹ്. ഈലാഹ് ഇത്രമാത്രം എന്ന് മാത്രമല്ല, മറ്റു ഗ്രന്ഥങ്ങൾക്കൊക്കെ, ഇമാം നബവി തങ്ങളുടെ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഇത്ര വലിയ സ്വീകാര്യത ലഭിക്കാനുള്ള കാരണം മഹാന്മാർ പറയുന്നത് ഇഖ്ലാസും നിയ്യത്തുമാണ്. അള്ളാഹു പ്രത്യേകമായ ഒരു തൗഫീഖ് നൽകി. ജീവിതകാലത്ത് 45 വർഷത്തിൻ്റെ ഉള്ളിൽ വലിയ ഒരു വിപ്ലവം തന്നെ, ആയുഷ്കാലം മുഴുവനും ഒരു മനുഷ്യനെ ചെയ്തു തീർക്കാൻ കഴിയാത്ത അത്രയും രചനകൾ സമ്മാനിച്ചുകൊണ്ടാണ് മഹാനുഭാവൻ ലോകത്തോട് വിട പറഞ്ഞത്. ഏതാവട്ടെ, അൽ-ഈലാഹു ഫിൽ മനാസിക് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഒരുപാട് മുഖ്തസറുകൾ, ആ വിഷയത്തിൽ ഒരുപാട് നുക്കത്തുകൾ എഴുതിയ, അതുപോലെ ഹാഷിയകൾ, ഷർഹുകൾ എഴുതിയ പിൽക്കാലത്തെ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി അൽ-ഈലാഹിനെ ഇഖ്തിസാർ ചെയ്യുന്നത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെയാണ്. അൽ-മൻഹലുൽ അദ്ബുർ റബീ ഫീ മനാഖിബി ഖുതുബിൽ ഔലിയ അൻ-നബവി എന്ന് പറയുന്ന ഇമാം സഖാവിയുടെ ഗ്രന്ഥത്തിൽ ആദ്യമായി ഈലാഹിനെ ഇഖ്തിസാർ ചെയ്തത് ഇമാം നബവി തങ്ങളാണ് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ സഖാവി തങ്ങൾ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈലാഹ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഈലാഹ് മാത്രമല്ല, ഒരുപാട് ഈലാഹുകളുണ്ട്. 6 ഈലാഹുകളാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്നെ
ഈ വിഷയത്തിൽ രചിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഈലാഹ് അൽ ഈലാഹു ഫിൽ മനാസിക്, അല്ലെങ്കിൽ ഈലാഹുൽ മനാസികുൽ കബീർ, അൽ ഈലാഹു ഫി മനാസിക്കിൽ ഹജ്ജ് വൽ ഉംറ. ഇങ്ങനെ 3 രീതികളിൽ ഈ ഒറ്റ കിതാബിന്റെ ടൈറ്റിൽ നമുക്ക് കാണാൻ കഴിയും. അൽ ഈലാഹു ഫി മനാസിക്കിൽ ഹജ്ജ് വൽ ഉംറ എന്നും, അൽ ഈലാഹു ഫിൽ മനാസിക് എന്നും, ഈലാഹുൽ മനാസികുൽ കബീർ എന്നും അങ്ങനെ പരിചയപ്പെടുത്താൻ കാരണമുണ്ട്. ഈലാഹുൽ മനാസികുൽ കബീർ എന്ന് നബവി ഇമാമ് ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്താനുള്ള കാരണം ശർഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. കാരണം ഈ കിതാബിൽ നിന്നാണ് തൊട്ടുശേഷം ഇമാം നബവി തങ്ങൾ തന്നെ രചിക്കുന്ന അൽ ഈജാസ് ഫിൽ മനാസിക്, ഈലാഹിന്റെ തൊട്ടുശേഷം ഈലാഹുൽ കബീർ രചിച്ചതിന്റെ തൊട്ടു പിറകെ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇതല്പം ദീർഘമായി എന്ന് മനസ്സിലാക്കി നബവി തങ്ങൾ തന്നെ അതിനെ ഇഖ്തിസാർ ചെയ്യുകയാണ്. അതാണ് അൽ ഈലാഹു ഫിൽ അൽ ഈജാസ് ഫിൽ മനാസിക് എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രന്ഥം. പിന്നെ അൽ മൻസകു സാലിസ്, മൂന്നാമത്തെ ഒരു മൻസക്, ഇതുപോലെ ഇലാഹു പോലെ ഇതിനെ ഒന്നും കൂടി ഷോർട്ട് ചെയ്തുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതുന്നു. അതും ഇന്ന് മത്ബൂ ആണ്, ഇത് ലഭ്യമാണ്, അതിൻ്റെ PDF ലഭ്യമാണ്. പിന്നെ നാലാമത് ഇതിനെ വീണ്ടും ഒന്ന് നബവി തങ്ങൾ ഇതേ ഗ്രന്ഥത്തിൽ വീണ്ടും ഇടപെടുകയാണ്. ഖിത്അത്തും മിനൽ മൻസകി റാബി എന്ന രീതിയിൽ ഇതിലെ ചില ഭാഗങ്ങളൊക്കെ ഇന്ന് പ്രിന്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. പിന്നെ അൽ മൻസകുൽ ഖാമിസ്, ഇതിനെ ഒന്നുകൂടി ഷോർട്ട് ചെയ്ത് 5ാമതൊരു ഗ്രന്ഥം എഴുതുന്നു. 6ാമത്തെ ഒരു ഗ്രന്ഥം അൽ മൻസകു സാദിസ് ഫീമാ യതഅല്ലഖു ബി ഹജ്ജിൽ മർഅ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഹജ്ജിന്റെ മസലകൾ മാത്രം അവതരിപ്പിക്കുന്ന 6ാമത്തെ മറ്റൊരു ഗ്രന്ഥം. ഇങ്ങനെ മൊത്തം 6 ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇതിന്റെ ഒരു മജ്മൂ, നമുക്ക് ഇതിന്റെ ഒരു സമാഹരണമായി നമുക്ക് ദാറുൽ ഫാറൂഖ് ജോർഡാനിലെ പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച ഇതിന്റെ എല്ലാം ഒരു സമാഹാരം നമുക്ക് കാണാൻ കഴിയും. ഏതാവട്ടെ ഇമാം നബവി തങ്ങൾ ഈലാഹ് എഴുതാനുള്ള പശ്ചാത്തലം, ഇതിന്റെ രചനാ പശ്ചാത്തലം, ഷെയ്ഖ് അവറുകൾ ഹജ്ജിന് പോയി തിരിച്ചു വന്നതിന് ശേഷമാണ്. അപ്പൊ ഈ ഗ്രന്ഥം എഴുതുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഹജ്ജിന്റെ രചന എഴുതിയ ഒരു പണ്ഡിതൻ ഹജ്ജിന്റെ കർമ്മത്തിന് പോയാൽ പോലും ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാവാം എന്ന് അങ്ങനെ പറയപ്പെടാറുണ്ട്. ഏതായാലും ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒരു ഹജ്ജ് കർമ്മം ചെയ്തതിന് ശേഷമാണ് ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ രചന നടത്തുന്നത്. ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് ഹജ്ജിന് പോകുകയായിരുന്ന സാധാരണക്കാരായ ആളുകൾ, അവാമുന്നാസ് വന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനോട് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം നിങ്ങൾ എഴുതണം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് റഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നബവി ഇമാം ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലക്കാരനായിരുന്ന മുആസിറായിരുന്ന ഇബ്നു സ്വലാഹിന്റെ പ്രൗഢമായ ഒരു രചന ഈ ഹജ്ജിന്റെ മനാസിക്കുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിനെ ഒന്നുകൂടി ചികന്ന് പരിശോധിച്ച് ആ ഗ്രന്ഥത്തിലുള്ളതും മുൻകാല ഫുഖഹാഇന്റെ ഗ്രന്ഥത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ രചന ആരംഭിക്കുന്നത്. അത് ആരംഭിച്ച് ഹിജ്റ 670 അൽ ഈജാസ് ഫിൽ മനാസിക്കിന്റെ രചനാ പൂർത്തീകരണം നടക്കുന്നത് റമദാൻ 670 ഹിജ്റ 670 എന്ന് കാണാം. 673 റജബിലാണ് മൻസകുൻ നിസ്വാൻ അടക്കമുള്ള അദ്ദേഹത്തിന്റെ മറ്റു ഗ്രന്ഥങ്ങളുടെ രചന നടക്കുന്നത്. ഷവ്വാലിന് മുമ്പ് 670ന്റെയും 673ന്റെയും 3 വർഷത്തിന്റെ ഇടയിൽ ഈ കിതാബുമായി ബന്ധപ്പെട്ട ഇടവേളകളിലുള്ള ശക്തമായ ഇടപെടലുകൾ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു നടത്തി 673 ഷവ്വാലിന്റെ മുമ്പായിട്ട് ഈ ഗ്രന്ഥം ഫിഖ്ഹ് മൻസകുൻ മർഅ അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും പൂർത്തീകരണം നിർവഹിച്ചു ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെയാകുമ്പോൾ ഷവ്വാലാകുമ്പോൾ ആളുകൾ ഹാജിമാര് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഷാമിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇതിന്റെ മുഖദ്ദിമയിൽ, ഈലാഹിന്റെ മുഖദ്ദിമയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഹജ്ജിന് പോകുന്ന ആളുകൾ അവരുടെ കൈവശം ഹജ്ജിന്റെ മസ്അലകൾക്ക് അവലംബയോഗ്യമായ ഒരു ഗ്രന്ഥം കൈവശം വെക്കുന്നത് വളരെ മുസ്തഹബാണ് എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഒരു 4-5 പേജുകളിൽ
പരിമിതപ്പെടുത്തി ആളുകൾക്ക് കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പുസ്തകം രൂപത്തിലായിരുന്നു ഇതിൻ്റെ രചനകൾ നടന്നിരുന്നത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട മുഖ്തസറുകൾ, നുഖത്തകൾ, ശുറൂഹുകൾ, ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വലിയുദ്ദീൻ അബൂ സുർഅ അഹ്മദ് ബിൻ ഹാഫിദുൽ ഇറാഖിയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾക്ക്, അത് ഈലാഹിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ക്രോഡീകരിച്ചു കൊണ്ടൊരു ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫത്തുൻ നാസിക് ബി നുഖത്തിൽ മനാസിക് എന്ന പേരിൽ ഇതേ ഈലാഹിനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ സമാഹരിച്ചുകൊണ്ട് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. വളരെ പ്രധാനമായ ഒരു ഹാഷിയ, ഈലാഹിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹാഷിയ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ മുഖ്തസറുൽ ഈലാഹ് എന്ന പേരിൽ, അല്ലെങ്കിൽ മിനഹുൽ മനാസിക്കുൽ ഈലാഹ് എന്ന പേരിൽ, മഹാനായ മുഖ്തസറുൽ ഈലാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു ഹജർ തങ്ങളുടെ വളരെ പ്രസിദ്ധമായ ഒരു ഹാഷിയുണ്ട്. ആ ഹാഷിയ ഇന്ന് തഹ്ഖീഖോടുകൂടി ദുക്തൂർ മുഹമ്മദ് ഫാദിൽ അൽ ജീലാനിയുടെ തഹ്ഖീഖോടുകൂടി നമുക്കതിൻ്റെ PDF ലഭ്യമാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഖിദ്മത്ത് നടത്തിയ മഹാനാണ് അൽ ഖതീബ് ഷിർബീനി. മുഖ്തസറുൽ ഈലാഹി എന്ന പേരിൽ, ഇത് ഈലാഹിൻ്റെ ഇഖ്തിസാറാണ് എന്ന് മഹാനുഭാവൻ പറയുന്നില്ലെങ്കിലും അതിൻ്റെ പല ഭാഗങ്ങളും ഇഖ്തിസാർ ചെയ്തുകൊണ്ടാണ് ഖതീബ് ഷിർബീനി തങ്ങളവറുകൾ ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ഖിദ്മയിൽ വ്യാപൃതനായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഷംസുദ്ദീൻ റംലിയുടേതാണ് മറ്റൊരു രചന, അൽ ഖുററുൽ ബഹിയ ഫി ശർഹിൽ മനാസിക് നബവിയ്യ എന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിൻ്റെ ഒരു ശർഹ് പോലെയാണ് ഷംസുദ്ദീൻ റംലി തങ്ങളുടെ രചനയുള്ളത്. അതും തഹ്ഖീഖോട് കൂടിയുള്ള എഡിഷൻ ഇന്ന് ലഭ്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് അൽ ഹുമൈദിയുടെ ഒരു തഹ്ഖീഖ് നമുക്കതിന് കാണാം. പിന്നെ ഇബ്നു അല്ലാനുൽ മക്കി എന്നവരുടെ ഫതുഹുൽ ഫത്താഹ് ബി ശർഇൽ ഈലാഹി എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്. അദ്ദുക്തൂർ അബ്ദുള്ള എന്ന് പേരുള്ള ഒരു മോഡേൺ പണ്ഡിതനാണ് അതിൻ്റെ തഹ്ഖീഖ് എഴുതിയിട്ടുള്ളത്. ഷർഹു മുഖ്തസർ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖ്തസറിൻ്റെ ഷർഹ് അദ്ദേഹത്തിൻ്റെ തിൽമീദായ നമുക്കൊക്കെ പരിചയമുള്ള അബ്ദുർ റഊഫുൽ മക്കി തങ്ങളുടെ മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യനായ അബ്ദുർ റഊഫുൽ മക്കിയുടെ ഷർഹു മുഖ്തസർ ഇബ്നു ഹജർ എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്. അതുപോലെ ഉംദത്തുൽ അബ്റാർ ഫി ഹക്കാമിൽ ഹജ്ജ് വൽ ഇഅ്തിമാർ എന്ന പേരിൽ അഷ്ശൈഖ് അലി അബ്ദുൽ ബർ അൽ ഹസനിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ. വളരെ പ്രധാനമായി പറയേണ്ട ഒരു ഗ്രന്ഥം, പുതിയ കാലത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈലാഹുമായി ബന്ധപ്പെട്ട നല്ല ഒരു നമുക്ക് ഈലാഹിൻ്റെ രചനാ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു തഹ്ഖീഖാണ്. അദി മുഹമ്മദുൽ ഗുബാരി എന്ന് പറയുന്ന ഒരു മോഡേൺ പണ്ഡിതൻ, അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുള്ള മോഡേൺ ഒരു കിതാബ് നമുക്ക് ലഭ്യമാണ്. ഇങ്ങനെയാണ് പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട ഖിദ്മത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലുള്ള ബാബുകൾ 8 ബാബുകളിലാണ് മഹാനായ മുസന്നിഫ് അവറുകൾ ഈ ഗ്രന്ഥത്തെ സമാഹരിച്ചിട്ടുള്ളത്. മുഖദ്ദിമയിൽ വളരെ പ്രധാനപ്പെട്ട മെത്തഡോളജി, മൻഹജ് കൃത്യമായ രീതിയിൽ പറയുന്നു. അത് കഴിഞ്ഞ് 1-ാമത്തെ ബാബിൽ ആദാബു സഫറാണ് ചർച്ച ചെയ്യുന്നത്. കടം വീട്ടുക, മാതാപിതാക്കളുമായി സംസാരിച്ച് സാധാരണ ഹജ്ജിന് പോകുന്ന ആളുകൾ ചെയ്യുന്ന ആദാബുകളാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. 2-ാമത്തെ ബാബിൽ ഇഹ്റാമുമായി ബന്ധപ്പെട്ട മുഹറമാത്തുൽ ഇഹ്റാം, വാജിബാത്ത്, മസ്നൂനാത്ത് ഇങ്ങനെയുള്ള ചർച്ചകളാണ്. 3-ാമത്തെ ബാബ് ദുഖൂൽ മക്ക, മക്കയിലേക്കുള്ള ആദാബുൽ ഹറബ്, ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. 4-ാമത്തെ ബാബിൽ ഉംറയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. 5-ാമത്തെ ബാബിൽ മക്കയിലുള്ള താമസം, തവാഫിൽ അവസാനത്തെ തവാഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ഇങ്ങനെ 5-ാമത്തെ ബാബ്. 6-ാമത്തെ ബാബ് സിയാറത്തു ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 7-ാമത്തെ ബാബ് ഫിദിയയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. 8-ാമത്തെ ബാബിൽ കുട്ടികൾ, സ്ത്രീകൾ, അതുപോലെ അബ്ദ് ഇവരുടെയൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട മസലകൾ. ഈ രീതിയിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു ക്രോഡീകരണം. വളരെ സഹിലായ ഇബാറത്തുകൾ വെച്ച് സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഒരുപോലെ സ്വീകാര്യയോഗ്യമായ രീതിയിലാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈലാഹ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിത ലോകത്ത് പ്രത്യേകമായൊരു സ്വീകാര്യത, പ്രത്യേകിച്ച് മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഹജ്ജിൻ്റെ വിഷയങ്ങളിൽ മാത്രം കൂടുതൽ ദലീലുകൾ ഉൾപ്പെടുത്താതെയാണ്, ആയത്തും ഹദീസുകളൊന്നും അത്യാവശ്യത്തിന് മാത്രം ഉൾപ്പെടുത്തി, അദ്കാറുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഹാജിക്ക് കൈപ്പുസ്തകം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈലാഹിൻ്റെ രചന നടക്കുന്നത്. അള്ളാഹു മഹാനുഭാവൻ്റെ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഉയരങ്ങൾ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.